അന്യനാട്ടിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് പണം കൊടുത്ത് അവസാനം വിസ കിട്ടിയില്ല, പറ്റിക്കപ്പെട്ട അവസ്ഥയിലൊക്കെ പ്രാർത്ഥനാ സഹായം ചോദിച്ചു വന്നിട്ടുണ്ട്. അവരെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, മറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരോടെങ്കിലുമൊക്കെ ഇതിനു മുമ്പ് അവരുടെ ഏജൻസി വഴിയായിട്ട് പോയിട്ടുള്ളവരോട്, പരിചയമുള്ളവരോട് എങ്ങനെയുണ്ട്, നമുക്ക് വിശ്വസിക്കാവുന്നവരാണോ, എവിടത്തുകാരാണ്, നമുക്കിനി വൈകിപ്പോയി അന്വേഷിച്ചെന്നാൽ കണ്ടെത്തുവരെ, ഇതൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പാടില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറ്റിക്കപ്പെട്ട നല്ലൊരു ശതമാനം പേരും എൻ്റെ അടുത്ത് പറഞ്ഞ ഉത്തരം എന്താണെന്നറിയാമോ? എൻ്റെ അച്ഛ 2 ദിവസത്തിനുള്ളിൽ പോകണമെങ്കിൽ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ ആ സീറ്റ് അടുത്തയാൾക്ക് പോകുന്ന പറഞ്ഞത്. അപ്പോൾ വെപ്രാളമായി, എന്ത് ചെയ്യണം, ഒരുത്തും പിടിയില്ല. പിന്നെ അവിടെയും ഇവിടെയും പോയി ഉള്ള സ്വർണ്ണമൊക്കെ കൊണ്ടുപോയി പറക്കി കൂട്ടി വിറ്റ് എവിടെന്നെങ്കിലും ഒരു ലോൺ സംഘടിപ്പിച്ച് കടമായിട്ട് മേടിച്ച് കൂട്ടി പെട്ടെന്ന് കൊണ്ടുപോയി 10 ലക്ഷം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വിളിച്ചിട്ട് എടുക്കണമില്ല, കാണാനുമില്ല, എവിടെയൊന്നും അറിയാനും പാടില്ല. പ്രിയമുള്ളവരെ, ഈ ധൃതിക്കകത്തുണ്ടല്ലോ എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകൾ കിടപ്പുണ്ട്. ഒന്ന് കാത്തിരിക്കാൻ, ഒന്ന് വെയിറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണില്ല എന്നുള്ളതാണ് നമ്മുടെ സങ്കടകരമായ കാര്യം. പുറപ്പാട് 40:37 മേഘം ഉയർന്നില്ലെങ്കിൽ അത് ഉയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല. എന്ന് വെച്ചാൽ ദൈവം സമ്മതം കൊടുക്കാതെ ഒരു കാൽവെപ്പ് പോലും നടത്താൻ ഇസ്രായേൽ ജനം തയ്യാറായില്ല. സമാഗമ കൂടാരത്തിൽ മേഘം ഇറങ്ങി വരുമ്പോൾ അവരുടെ യാത്രയെ അവർ നിർത്തും. കൂടാരത്തിൽ നിന്ന് മേഘം ഉയരുന്ന സമയം വരെ അവര് യാത്ര പുറപ്പെട്ടിരുന്നില്ല. ദൈവം സമ്മതം തരണം. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ മുന്നോട്ടൊരു കാൽവെപ്പ് നടത്തുമ്പോൾ അത് ദൈവത്തിൻ്റെ സമ്മതത്തോടു കൂടെ ചെയ്യാനായിട്ട്, ദൈവത്തിൻ്റെ ഹിതം എന്തെന്നൊന്ന് ആരായാനായിട്ട്, അതിന് നാളുകളെടുത്ത് പ്രാർത്ഥിച്ച്, ചിന്തിച്ച്, ധ്യാനിച്ച്, ഒരുങ്ങി ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനം പിന്നെ പിന്നോട്ടില്ല, മുന്നോട്ടുള്ള കാൽവെപ്പുകളെ പരിശുദ്ധാത്മാവിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുത്ത് നയിക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.